നമ്മുടെ ചെറുപ്പക്കാരിൽ കൗമാരക്കാരിൽ ശക്തിപ്പെട്ടു വരുന്ന ആക്രമണോത്സുകതയുടെ വിവിധ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടു സർ. അവരിലേക്ക് കടന്നു വരുന്ന ലഹരിയുടെ വ്യാപനം, അതുപോലെ തന്നെ പുതിയ തലമുറയുടെ മനോഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ വലിയ ആക്രമണോത്സുകതയ്ക്കും അതുവഴിയുള്ള അരാജകത്വത്തിനും കാരണമായിട്ടുണ്ട് എന്നും നമ്മൾ വിലയിരുത്തപ്പെടുകയുണ്ടായി സർ. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സർ. ക്യാമ്പസുകളിൽ റാഗിംഗ് എന്ന പേരിൽ വലിയ പൈശാചികത അരങ്ങേറുകയാണ് സർ. ഈ റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന സംഹാര താണ്ഡവമാണ് അക്രമങ്ങളിലൂടെ നമ്മൾ ഓരോ ക്യാമ്പസുകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് സർ. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഒരു കുട്ടി റാഗിങ്ങിന് വിധേയനായത്. എന്ത് റാഗിംഗ് ആയിരുന്നു സർ അത്? ഒരു കുട്ടിയെ കട്ടിലിൽ കെട്ടിയിട്ട് സഹപാഠികൾ കോമ്പസ് കൊണ്ട് ആ കുട്ടിയെ ക്രൂരമായി വരച്ച് അതിലേക്ക് എരിവ് പകരാൻ ലോഷൻ ഒഴിച്ച്, സ്വാഭാവികമായും പച്ച മാംസത്തിൽ ലോഷൻ തട്ടുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് വരക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ ആ കുട്ടി ആർത്ത് കരയുമ്പോൾ സർ, ഇത് ചെയ്യുന്ന സഹപാഠികൾ ആർത്ത് ചിരിക്കുകയാണ്. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് സഹപാഠികൾ ആർത്ത് ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കോട്ടയത്ത് കണ്ടത് സർ. ഈ സംഭവം കോട്ടയത്ത് നടക്കുമ്പോൾ അതിൻ്റെ കൃത്യം ഒരു കൊല്ലം മുമ്പാണ്, ഒരാണ്ട് തികഞ്ഞ സംഭവമായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായത് സർ. ലോകത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവമാണിത്. സഹപാഠികളുടെ റാഗിങ് കൊണ്ട്, ക്രൂരത കൊണ്ട് ഒരു കുട്ടി കൊല്ലപ്പെട്ട സംഭവമായിരുന്നു സർ. അതിൻ്റെ 1ാം വാർഷികമായിരുന്നു. അവിടെയും സർ പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലുണ്ടായ അലംഭാവം, പ്രതികളെ സഹായിക്കുന്ന സമീപനം, ഒരു വിദ്യാർത്ഥി സംഘടന എടുത്ത ചില ആ പ്രതികൾക്ക് വേണ്ടി എടുത്ത താല്പര്യം, ഇതൊക്കെ സർ നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഒന്ന്, ആ കുട്ടി മരണപ്പെട്ടിട്ട് ഒരാണ്ട് തികയുമ്പോൾ ആ സർവകലാശാല ക്യാമ്പസിൽ ഒരു അനുശോചനമോ ഒരു അനുസ്മരണമോ പോലും ഉണ്ടായില്ല സർ. അവിടെ വേറെ ആക്സിഡൻറ്റിൽ മരിച്ച ഒരു കുട്ടി ആ സമയത്തുണ്ടായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി അനുസ്മരണ യോഗം ആ ക്യാമ്പസിൽ നടന്നു. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കൂടെ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയപ്പോൾ അതിനെ ഓർക്കാൻ ആ ക്യാമ്പസിന് സാധിച്ചു. എന്തേ സിദ്ധാർത്ഥനെ ഓർക്കാൻ കഴിയാതെ പോയത്? സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും ആ കുട്ടിയെ ക്രൂശിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, കലാശാലയിലുണ്ടായി, പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായി സാർ. ഒരു കൊല്ലം കഴിഞ്ഞു പോയിട്ടും ഒരു നോവായി, ഒരു ദുഃഖമായി ഈ കേരളത്തിൻ്റെ മുമ്പിൽ അവശേഷിക്കുകയാണ് സിദ്ധാർത്ഥൻ. പക്ഷെ ഒന്ന് അനുസ്മരിക്കാൻ പോലും ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വേറെ ചില പ്രതിസന്ധികളായിരുന്നു, വേറെ ചിലരുടെ എതിർപ്പായിരുന്നു സർ ആ ഒരു അനുസ്മരണത്തിന് പോലും കഴിയാതെ പോയത് സർ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു, കാര്യവട്ടം ക്യാമ്പസിൽ സീനിയർ കുട്ടികൾ മറ്റ് ജൂനിയർ കുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. പച്ചക്ക് സർ, ഇവിടെ 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് പോയത്. ഒന്ന് പറയട്ടെ. പച്ചവെള്ളത്തിൽ തുപ്പിയിട്ട് പരസ്യമായിട്ട് അത് കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ചതാണ് സാർ. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇതൊക്കെ സംഭവിക്കുന്നത്, നമുക്കിവിടെ ഒരു റാഗിംഗ് നിരോധന നിയമമുണ്ട്, അതിന് വേണ്ടത്ര മൂർച്ചയില്ല. അതുകൊണ്ടാണ് സാർ. അപ്പം അതുകൊണ്ട് ആ റാഗിംഗ് നിരോധന നിയമത്തിൽ ഇന്നെല്ലാം ബെയിലബിൾ ആണ്. 2 കൊല്ലത്തെ ശിക്ഷയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ സൈബർ ആക്രമണങ്ങൾ ആ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. ഒരു ഭീഷണിയോ അതുപോലുള്ള സമ്മർദ്ദങ്ങളോ സൈബർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് വരുന്നില്ല. അത് വരണം. ഇങ്ങനെ അതുപോലെ തന്നെ ആകെ ഇത്രയും കാലമായിട്ട് റാഗിംഗ് നിയമത്തിന്റെ കീഴിൽ കൺവിക്ഷൻ റേറ്റ്, ശിക്ഷിക്കപ്പെട്ടത് ഒരേ ഒരു കേസാണ്. അത് മാനഭംഗപ്പെടുത്തിയ ഒരു കേസിൽ മാത്രമാണ് ശിക്ഷ ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും അല്ല, ഒറ്റ കാര്യം കൂടി സർ. അപ്പോ അതുകൊണ്ട് റാഗിംഗ് ആക്ട് ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. ജിഷ്ണു പ്രണോയി സംഭവം ഉണ്ടായപ്പോ ഗവൺമെന്റ് വെച്ച കെ ദിനേശൻ കമ്മീഷൻ ഉണ്ട്, ജുഡീഷ്യൽ കമ്മീഷൻ. അതിന്റെ ശുപാർശകൾ ഗവൺമെന്റ് നടപ്പാക്കിയില്ല. അത് നടപ്പാക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അല്ല 3.5 മിനിറ്റ് കൂടുതൽ അങ്ങ് 4 മിനിറ്റ് എടുത്തു. ഇല്ല, അത് ശരിയല്ല. നമ്മളത് ശരിയല്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിംഗ് തടയുന്നതിനായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും
UGC regulations on curbing the menace of ragging in higher education institutions 2009 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നിലവിലുണ്ട്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും PTA അംഗങ്ങളെയും സ്ഥലം SHOയെയും ഉൾപ്പെടുത്തിയാണ് പ്രദേശവാസികളുടെ സഹകരണത്തോടെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നത്. കൂടാതെ ക്യാമ്പസുകളിലെ റാഗിങ്ങിൻ്റെ പേരിൽ നടത്തിവരുന്ന അതിക്രമങ്ങൾ ഒഴിവാക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം 16/7/2009 സർക്കുലർ 26/2009 പ്രകാരം വ്യക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് റാഗിങ്ങിനെ സംബന്ധിച്ച് പരാതി ലഭിക്കുന്ന വിവരത്തിൽ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുഖാന്തരം നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. റാഗിംഗ് സംബന്ധിച്ച പരാതികളിൽ പ്രതിസ്ഥാനത്താകുന്നവർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ കൂടെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ ആ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും റാഗിങ്ങിന് വിധേയനാക്കുകയും ചെയ്തു എന്ന പരാതിയിൽ BNSലെ 118(1), 308(2), 351(1), 3(5), 1998 കേരള റാഗിംഗ് നിരോധന ആക്ടിലെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം 229/2025 ആയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ്. പ്രസ്തുത വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. റാഗിംഗ് തടയുന്നതിലെ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ വാർഡൻ്റെ ചുമതലയുള്ള പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് വാർഡൻ്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസറെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ കെയർടേക്കർ സെക്യൂരിറ്റിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് ഡ്യൂട്ടി ഫലപ്രദമായി നിർവഹിക്കാതെ വീഴ്ച വരുത്തിയ അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം നോട്ടീസിൽ പരാമർശിക്കുന്നത് പോലെ റാഗിംഗ് തടയുന്നതിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ സർവകലാശാലകളോ സർക്കാരോ യാതൊരുവിധ അലംഭാവവും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ സഹായം പ്രതികൾക്ക് ലഭിക്കുന്നു എന്ന സൂചനയോടെ അംഗം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്, പിൻവലിക്കേണ്ടതാണ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള വയനാട് ജില്ലയിലെ പൂക്കോട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ 2ാം വർഷ BVSc ആൻഡ് AH വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രിമിനൽ നടപടിക്രമം 174 വകുപ്പ് പ്രകാരം ക്രൈം 77/2024 ആയി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മരണപ്പെട്ട സിദ്ധാർത്ഥൻ റാഗിങ്ങിന് വിധേയനായതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ക്രിമിനൽ നടപടിക്രമം 174 വകുപ്പ് IPC 120B, 341, 323, 324, 342, 355, 306, 34, 1998 കേരള റാഗിംഗ് നിരോധന ആക്ടിലെ 3, 4 എന്നീ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് കേസിൽ ഉൾപ്പെട്ട 20 പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേസിൻ്റെ അന്വേഷണം വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് നടന്നുവരവേ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം അന്വേഷണം CBIക്ക് കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം സർക്കാർ കോളേജിലെ വിദ്യാർത്ഥിയായ ബിൻസ് ജോസിൻ്റെ റാഗിങ്ങിന് വിധേയനാക്കപ്പെട്ടു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് BNSലെ 189, 2, 191, 2, 190, 115, 2, 191, 3, 126, 2, 127, 2, 118, 1 1998 റാഗിംഗ് നിരോധന ആക്ടിലെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ 260/2025 ആയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിലെ പ്രതികളായ 7 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. റാഗിങ്ങിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിന്
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരന്തരം ബോധവൽക്കരണ പരിപാടികളും റാഗിംഗ് വിരുദ്ധ നിയമത്തെക്കുറിച്ചുള്ള ക്ലാസുകളും പോലീസിൻ്റെയും ആൻറ്റി റാഗിംഗ് സെല്ലുകളുടെയും മേൽനോട്ടത്തിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും ഭയരഹിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും റാഗിംഗ് തടയാനും പോസിറ്റീവ് ക്യാമ്പസ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ റാഗിംഗ് തടയുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരാമർശിച്ചിട്ടുള്ള UGC റെഗുലേഷൻ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ആൻറ്റി റാഗിംഗ് കമ്മിറ്റികളും ആൻറ്റി റാഗിംഗ് സ്ക്വാഡുകളും ഇതിനകം നേരത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കോളേജിൽ പ്രവേശനം നേടുന്ന അവസരത്തിൽ തന്നെ റാഗിംഗ് നടത്തുകയോ റാഗിങ്ങിന് പിന്തുണ നൽകുകയോ ചെയ്യില്ല എന്നുള്ള സത്യവാങ്മൂലം വിദ്യാർത്ഥിയുടെയും രക്ഷകർത്താവിൻ്റെയും ഒപ്പുവച്ച് ശേഖരിച്ച് കോളേജുകളുടെ ഓഫീസുകളിൽ സൂക്ഷിക്കാറുണ്ട്. എല്ലാ കോളേജ് ക്യാമ്പസുകളുടെയും വിവിധ ഭാഗങ്ങളിൽ റാഗിംഗ് നിരോധിച്ചുകൊണ്ടുള്ള അറിയിപ്പും റാഗിംഗ് നടത്തുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷാ നടപടികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള 1998 കേരള റാഗിംഗ് നിരോധന ആക്ടിൽ റാഗിങ്ങിനെതിരായിട്ടുള്ള അതിശക്തമായ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാഗിംഗ് നടന്നതായി തെളിയിക്കപ്പെട്ടാൽ 2 വർഷം വരെ തടവ് ശിക്ഷയും 10,000 രൂപ പിഴയും വരെ ലഭിക്കാവുന്നതാണ്. കേരള റാഗിംഗ് നിരോധന നിയമം പരിഷ്കരിക്കണമെന്ന ആവശ്യം പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കൂടുതൽ കർക്കശമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി 98 കേരള റാഗിംഗ് നിരോധന ആക്ട് പരിഷ്കരിക്കുന്ന കാര്യം പരിശോധിക്കാവുന്നതാണ്. സർ, ഈ നമ്മുടെ റാഗിംഗ് നിരോധന നിയമത്തിന് ഇതുവരെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിമർശനമുണ്ട്. അങ്ങയുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. സർ, ഈ റാഗിംഗ് കേസിലെ പ്രതികളായ കുട്ടികൾക്ക് അതേ കോളേജിൽ തുടർന്ന് പഠിക്കുന്നതിനും ആ വർഷം തന്നെ പരീക്ഷ എഴുതുന്നതിനും വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. വേറെ ചില കമ്മീഷനുകളും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ അങ്ങനെ വല്ല തീരുമാനവും എടുക്കുമോ? മിനിസ്റ്റർ, റാഗിങ്ങിൽ പ്രതി ചേർക്കപ്പെടുന്ന കുട്ടികൾക്കെതിരായിട്ട് കോൺക്രീറ്റായ എവിഡൻസ് ലഭിക്കുകയും അത് തെളിയുകയും ചെയ്താൽ തീർച്ചയായും അവരെ പരീക്ഷകളിൽ നിന്ന് ഡീബാർ ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്.